ഹർക്കിവിൽ റെയിൽവേ സ്റ്റേഷനുകളിൽ കുടുങ്ങി മലയാളി വിദ്യാർത്ഥി സംഘം. റെയിൽവേ സ്റ്റേഷനിലെത്തിയ ഇന്ത്യൻ കുട്ടികളെ ട്രെയിനിൽ പ്രവേശിപ്പിക്കാൻ തയ്യാറാകുന്നില്ല. സ്റ്റേഷന് പുറത്ത് കനത്ത ഷെല്ലിംഗ് നടക്കുകയാണെന്നും വിദ്യാർത്ഥികൾ പറഞ്ഞു. മെഡിക്കൽ എയ്റോസ്പേസ് സർവകലാശാലകളിലെ വിദ്യാർത്ഥികളാണ് കുടുങ്ങിയത്. റെയിൽവേ സ്റ്റേഷനിൽ രാവിലെ ഞങ്ങൾ ഹോസ്റ്റലിൽ നിന്ന് 4 മണിക്കാണ് റെയിൽവേ സ്റ്റേഷനിൽ പോകാൻ ഇറങ്ങിയത്. പക്ഷെ വരുന്ന വഴിയിൽ 3 വട്ടമാണ് ഞങ്ങളുടെ ഫ്രണ്ടിൽ ബോംബ് പൊട്ടിയത്. ഇപ്പൊ ഇവിടെ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾക്ക് സമാധാനമല്ല, നല്ല ടെൻഷൻ കൂടിയതേ ഉള്ളൂ. കാരണം ഇപ്പൊ ഞങ്ങളുടെ ഫ്രണ്ടിൽ ഞങ്ങൾ ട്രെയിൻ കയറാൻ നിന്നപ്പോ ഒരു മിസൈൽ വന്ന് ഞങ്ങളുടെ തൊട്ട് ഫ്രണ്ടിലാണ് വീണത്. അതുകൊണ്ട് തന്നെ ഞങ്ങളിപ്പം റെയിൽവേ സ്റ്റേഷന്റെ അടുത്തുള്ള ഒരു മെട്രോയുടെ അകത്താണ് നിൽക്കുന്നത്. ഇപ്പൊ ഞങ്ങളുടെ ഫ്രണ്ടിൽ ആകെയുള്ള ഒരു ട്രാൻസ്പോർട്ടിംഗ് മെത്തേഡ് എന്ന് പറഞ്ഞാൽ ട്രെയിനാണ്. പക്ഷെ അതിൽ ഞങ്ങളെ കയറ്റുന്നില്ല. ഞാൻ രാവിലെ വന്നിട്ട് 9 മണിക്ക് വന്നിട്ട് ഇപ്പൊ ഒരു 6-7 ട്രെയിൻസ് ആണ് പോയത്. ഒന്നിലും നമ്മളെ കയറ്റിയിട്ടില്ല. അപ്പൊ പിന്നെ നമുക്ക് ഈ കർക്കിവ് ബോർഡർ വിടുക എന്നത് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഭയങ്കര ബുദ്ധിമുട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. എങ്ങനെയാണ് പോകേണ്ടതെന്ന് എനിക്ക് അറിയില്ല സത്യത്തിൽ. ഈ 6 മണിക്കുള്ളിൽ ഇവിടുന്ന് പോവാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അത് മാത്രമല്ല, ഇപ്പോഴും കണ്ടിന്യൂസ് ആയിട്ട് ഇവിടെ ഷെല്ലിങ് നടക്കുകയാണ്. ഞാനിപ്പം ഉള്ളത് മെട്രോയുടെ അകത്താണ്. ഇവിടെ നിങ്ങൾക്ക് കാണാം, ഇവിടെ നിന്ന് തിരിയാൻ സ്ഥലമില്ല. കാരണം ഇപ്പം പെട്ടെന്നാണ് ഒരു മിസൈൽ അറ്റാക്ക് ഇവിടെ വന്നത്. അതുമല്ല, നമ്മൾ ഇന്ത്യൻ ഫ്ലാഗ് വെച്ചിട്ടാണ് റെയിൽവേ സ്റ്റേഷനിൽ വന്നത്. ഇന്ത്യൻസിന് കയറ്റി വിടുകയല്ലോ എന്നുള്ള പ്രതീക്ഷയിൽ ഇന്ത്യൻ ഫ്ലാഗ് കൊണ്ട് നമ്മളെ ഹോസ്റ്റലിലെ എല്ലാ കുട്ടികളും കൂടെ വന്നത്. പക്ഷെ എന്നിട്ടും നമ്മളെ കയറ്റി വിടുന്നില്ല. ഇവിടെ ഉള്ള ഉക്രൈനിയൻ സിറ്റിസൺസ് ആയിട്ടുള്ള ലേഡീസിനും നമ്മളെ എങ്ങനെയെങ്കിലും ഇവിടുന്ന് ഒന്ന് കയറ്റിവിടണമെന്നുള്ള അവരുടെ ചിന്തയില്ല. അതുപോലെ തന്നെ നമ്മളുടെ കൂടെ നിൽക്കുന്ന നമ്മളൊക്കെ എങ്ങോട്ടാ പോകുന്നത്? നമ്മൾക്ക് കർക്കീവിൽ ഇത്രയും നാളും നിന്നിട്ടുള്ള പരിചയമെങ്കിലും ഉണ്ടെന്ന് പറയാം. പക്ഷെ ഈ പുതിയ ബോർഡറിലോട്ട് നമ്മൾ പെൺപിള്ളേരെ മാത്രമാണ് കയറ്റിവിടുന്നത്. നമ്മൾ അവിടെ ചെന്നിട്ട് എന്താണ് ചെയ്യേണ്ടതെന്നും ഒന്നും അറിയാതാണ് പോകുന്നത്. ബോയ്സിനെ ഒന്നും കയറ്റിവിടുന്നില്ല. അതെന്താണെന്ന് അറിയൂല. 1000 to 1500 to 2000 സ്റ്റുഡൻസ് കാണും. കാരണം 2 ഹോസ്റ്റല്, ഫ്ലാറ്റ് എല്ലാം. നമുക്ക് ഇങ്ങനെ ഒരു ഇൻഫർമേഷൻ കിട്ടിയത് കൊണ്ടായിരിക്കാം നമ്മളെ ഇന്ന് ഇവാക്യുവേഷൻ ചെയ്യാമെന്ന് പറഞ്ഞത്. പക്ഷെ ഇന്ന് ഇത്രയും വന്നതുകൊണ്ട് വല്ലതും ആയിരിക്കും, അറിയൂല. നമുക്ക് ട്രെയിൻ ഒന്നും കിട്ടുന്നുമില്ല. നമുക്ക് വേറൊരു ട്രാൻസ്പോർട്ടിങ് മെത്തേഡ് ഇവിടെ ഇപ്പൊ തൽക്കാലത്തേക്കില്ല. എങ്ങനെയാണ് ഇപ്പം എനിക്ക് തോന്നുന്നത് എല്ലാരും ഇപ്പൊ റെയിൽവേ സ്റ്റേഷനിൽ വന്നിട്ടുണ്ടെന്നാണ് എന്റെ ഒരു അറിവ്. കാരണം നമുക്ക് ഇപ്പം കിട്ടിയ ഇൻഫർമേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാരും ഇന്നത്തോടെ കർക്കീവ് വിടണം. അപ്പം എല്ലാരും റെയിൽവേ സ്റ്റേഷനിൽ വരണമെന്നാണ് നമുക്ക് കിട്ടിയ ഇൻഫർമേഷൻ. അതുകൊണ്ട് അറിയൂല. നമുക്ക് ഇപ്പൊ ഇവിടുന്ന് ഉള്ള ആകെ ഒരു ട്രാൻസ്പോർട്ടിംഗ് ഫെസിലിറ്റി എന്ന് പറഞ്ഞാൽ ട്രെയിനാണ്. ഞങ്ങളെ അതേ കയറ്റുന്നതില്ല. അതുമല്ല, ഇപ്പൊ ഇപ്പം ട്രെയിൻ സ്റ്റേഷന്റെ പുറത്ത് ഭയങ്കര ഷെല്ലിംഗ് ആണ് നടക്കുന്നത്. മിസൈൽ അറ്റാക്കും ബോംബിങ് ആൻഡ് ഫയർ അറ്റാക്കും എല്ലാം ആണ്. ഞങ്ങൾ നേരിട്ട് കണ്ണുകൊണ്ട് കണ്ടിട്ട് വന്നിട്ട് ഓടി കയറിയതാണ് ഇവിടെ. നമുക്ക് ചുറ്റുമുള്ളതൊന്നും കാണാൻ പറ്റത്തില്ലായിരുന്നു. ഭയങ്കര പുകയും ഭയങ്കര എന്തൊക്കെയോ സംഭവങ്ങളായിരുന്നു. നമ്മൾ ആ മിസൈൽ വന്ന് വീണപ്പോ നമ്മുടെ തൊട്ടടുത്തായിരുന്നു വന്ന് വീണത്. ട്രെയിൻ അല്ലാതെ നമ്മളുടെ ഫ്രണ്ടിൽ വേറൊരു ഓപ്ഷൻ ഇല്ല സാർ. നമ്മൾ ഈ റെയിൽവേ സ്റ്റേഷനിലോട്ട് തന്നെ രാവിലെ 5 മണിക്ക് ഇറങ്ങി നടക്കാനാണ് തുടങ്ങിയത്. 3 വട്ടമാണ് ഞങ്ങളുടെ ഫ്രണ്ടിൽ ബോംബ് അറ്റാക്ക് വന്ന് വീണത്. ഞങ്ങൾ എന്നിട്ട് പേടിച്ചിട്ട് എങ്ങനെയെങ്കിലും ട്രെയിൻ കിട്ടി നമ്മൾ ഏതെങ്കിലും ബോർഡറിൽ എത്താമെന്നും പറഞ്ഞിട്ടാണ് വന്നത്. ടാക്സി ഇല്ല, മെട്രോ ഇല്ല, ആകെ ഉള്ളത് ട്രെയിൻ മാത്രമാണ്. ട്രെയിനിൽ ഇവർ കയറ്റുന്നുമില്ല. നമുക്ക് പിന്നെ ഈ കർക്കീവിൽ നിന്ന് വേറെ എങ്ങോട്ടും പോവാനുള്ള ഒരു സാഹചര്യം ഇപ്പൊ ഇല്ല സാർ. ഇപ്പൊ നമുക്ക് റോഡ് ട്രാൻസ്പോർട്ടേഷനും ഒന്നും ഈ സമയത്ത് പോസിബിൾ അല്ല. ഞങ്ങൾക്ക് ഇപ്പൊ ഈ മെട്രോയുടെ വെളിയിൽ ഇറങ്ങി കഴിഞ്ഞാൽ ഫുള്ള് ഫയർ അറ്റാക്ക് ആണ് നടക്കുന്നത്. അപ്പൊ ഞങ്ങൾ ഏത് സാഹചര്യത്തിലാണ് വെളിയിലോട്ട് ഇറങ്ങേണ്ടതെന്ന് എനിക്ക് അറിയൂല. എങ്ങനെയാണ് പോകേണ്ടതോ എന്നൊന്നും അറിയുന്നില്ല. എംബസിക്ക് ഞങ്ങളെ വേണമെങ്കിൽ ആ റഷ്യൻ ബോർഡറിൽ വഴി ഒന്ന് സംസാരിച്ച് അവര് ചർച്ചകൾ ചെയ്യുന്നുണ്ടെന്ന് പല എംപിമാരും മന്ത്രിമാരും എല്ലാരും പറയുന്നുണ്ട്. പക്ഷെ നമുക്ക് അനുകൂലമായിട്ട് ഇതുവരെ ഒന്നും വന്നിട്ടില്ല. എനിക്ക് അവരുടെ സിറ്റുവേഷൻസ് എനിക്ക് മനസ്സിലാവും. പക്ഷെ ഞങ്ങളുടെ സിറ്റുവേഷൻസ്, ഞാൻ 7 ദിവസമായിട്ട് നല്ലോണം ഉറങ്ങിയിട്ടുമില്ല, ഫുഡ് കഴിച്ചിട്ടില്ല, ഒന്നുമില്ല. ടെൻഷൻ അടിച്ചാണ് ഓരോ ദിവസം. സത്യത്തിൽ ഞങ്ങളിപ്പം റെയിൽവേ സ്റ്റേഷനിൽ നിന്നപ്പോൾ ഓരോ ഇവിടുത്തെ ഫോറിനേഴ്സ് പെട്ടി വലിച്ചോണ്ട് പോകുമ്പോ ഇവിടെ ഞങ്ങളുടെ ഫ്രണ്ട്സുകളെല്ലാം ഞെട്ടുവാ. മിസൈല് പോകുന്ന അത്രയ്ക്ക് ടെൻഷൻ അടിച്ചാണ് ഞങ്ങൾ ഇവിടെ നിൽക്കുന്നത്. ഇപ്പൊ ഞങ്ങളിപ്പോ ആരോട് ഈ അവസ്ഥ പറയാനാണെന്ന് എനിക്ക് അറിയൂല. യുക്രൈൻ രക്ഷാദൌത്യം ഓപ്പറേഷൻ ഗംഗ തുടരുന്നു. ഇന്ന് 5 വിമാനങ്ങൾ ഇന്ത്യയിൽ തിരിച്ചെത്തി. വ്യോമസേനയുടെ 3 വിമാനങ്ങളും രക്ഷാദൌത്യത്തിന്റെ ഭാഗമായി. വിദ്യാർത്ഥികളെ ഒഴിപ്പിക്കാൻ സുരക്ഷിത പാത ഒരുക്കണമെന്ന ഇന്ത്യയുടെ ആവശ്യം പരിഗണിക്കുന്നതായി റഷ്യ അറിയിച്ചു.
ബുഡ്മോയസ് അതിർത്തി ചെക്ക് പോയിന്റിലെത്തി കേന്ദ്രമന്ത്രി ജനറൽ വി.കെ. സിംഗ് ഇന്ത്യൻ വിദ്യാർത്ഥികളുമായി ആശയവിനിമയം നടത്തി. യുക്രൈനിൽ നിന്ന് ഇന്ത്യക്കാരെ ഒഴിപ്പിക്കുന്ന രക്ഷാദൌത്യം ഓപ്പറേഷൻ ഗംഗ അതിവേഗം തുടരുകയാണ്. 1377 ഇന്ത്യക്കാരെയാണ് ഇന്ന് നാട്ടിലെത്തിക്കുന്നത്. റൊമേനിയ, ഹംഗറി, പോളണ്ട് എന്നീ രാജ്യങ്ങളിൽ നിന്നും ഡൽഹിയിലെത്തിയ യാത്രക്കാരെ കേന്ദ്രമന്ത്രിമാർ സ്വീകരിച്ചു. നാട്ടിൽ തിരിച്ചെത്തിയതിന്റെ ആശ്വാസത്തിലാണ് വിദ്യാർത്ഥികൾ. ഇന്ത്യൻ ഗവൺമെന്റിനും സെൻട്രൽ ഗവൺമെന്റിനും സ്റ്റേറ്റ് ഗവൺമെന്റിനൊക്കെ വളരെ നന്ദിയുണ്ട്. ഏത് സമയം എന്തും സംഭവിക്കാം എന്നുള്ള രീതിയിലാണ് അവരിയ്ക്കുന്നത്. അപ്പൊ എത്രയും പെട്ടെന്ന് അവരെയും ഞങ്ങളെ സേഫ് ആക്കിയതുപോലെ ആക്കും എന്നുള്ള ഒരു പ്രതീക്ഷ. എംബസി പോലും ചില സമയങ്ങളിൽ അവർക്കൊന്നും ചെയ്യാൻ പറ്റില്ല, കാരണം അവിടുത്തെ സാഹചര്യം അങ്ങനെയാണ്. ഇവിടെ നാട്ടിൽ തിരിച്ചെത്തിയോണ്ട് വളരെ ഹാപ്പിയാണ്, ലക്കിയാണ്. എല്ലാ ഫെസിലിറ്റീസും എംബസി ചെയ്തു തന്നിട്ടുണ്ടായിരുന്നു. പോളണ്ടിലേക്ക് പ്രവേശിക്കാൻ ബുഡോമിയൻസ് അതിർത്തി ചെക്ക് പോയിന്റിലെത്തിയ വിദ്യാർത്ഥികളുമായി കേന്ദ്രമന്ത്രി ജനറൽ വി.കെ. സിംഗ് ആശയവിനിമയം നടത്തി. വിദ്യാർത്ഥികളെ ഒഴിപ്പിക്കാൻ സുരക്ഷിത പാത ഒരുക്കണമെന്ന ഇന്ത്യയുടെ ആവശ്യം പരിഗണിക്കുന്നതായി റഷ്യ അറിയിച്ചു. ഹാർക്കീവിലും യുക്രൈന്റെ കിഴക്കൻ മേഖലയിലും കുടുങ്ങിയ ഇന്ത്യക്കാർക്കായി അധികാരികളുമായി ബന്ധപ്പെട്ടു വരികയാണെന്നും റഷ്യൻ സ്ഥാനപതി ഡെന്നിസ് അലിപ്പോ പറഞ്ഞു. അടുത്ത 3 ദിവസത്തിനുള്ളിൽ 26 വിമാനങ്ങൾ യുക്രൈനിലേക്ക് സർവീസ് നടത്തുമെന്ന് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ അറിയിച്ചു. വ്യോമസേനയുടെ 3 C-17 വിമാനങ്ങളും ദൌത്യത്തിന്റെ ഭാഗമായിട്ടുണ്ട്. യുക്രൈനിലേക്ക് ദുരിതാശ്വാസ സാമഗ്രികളുമായാണ് വിമാനം പുറപ്പെട്ടത്. ന്യൂസ് 18 ഡൽഹി. യുക്രൈനിൽ ചികിത്സയിലിരുന്ന ഇന്ത്യൻ വിദ്യാർത്ഥി മരിച്ചു. പഞ്ചാബ് സ്വദേശി 22-കാരനായ ചന്ദൻ ജിൻഡാലാണ് മരിച്ചത്. പക്ഷാഘാതം മൂലം 1 മാസമായി ചികിത്സയിലായിരുന്നു. വിനീസിയ മെഡിക്കൽ കോളേജിലെ വിദ്യാർത്ഥിയായിരുന്നു ചന്ദൻ ജിൻഡാൽ. വിവരങ്ങളുമായി KP അഭിലാഷ് ചേരുന്നു. അഭിലാഷ്, ഈ ചന്ദൻ ജിൻഡാലിന്റെ മരണത്തെക്കുറിച്ച് മറ്റു വിവരങ്ങൾ എന്തൊക്കെയാണ് നമുക്ക് ലഭിക്കുന്നത്? അശ്വതി, ഔദ്യോഗികമായി കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ഈ മരണത്തെക്കുറിച്ചുള്ള വിശദാംശങ്ങൾ ലഭ്യമാകുന്നതേയുള്ളൂ. പഞ്ചാബ് സ്വദേശി ചന്ദൻ ജിൻഡാളാണ് മരണപ്പെട്ടത്. നേരത്തെ തന്നെ തലച്ചോറിൽ രക്തസ്രാവം അടക്കമുണ്ടായി. ഇദ്ദേഹം 4 മാസമായി ചികിത്സയിലായിരുന്നു എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. കഴിഞ്ഞ ഫെബ്രുവരി 2-ന് കുടുംബാംഗങ്ങൾ യുക്രൈനിൽ എത്തുകയും പിന്നീട് യുക്രൈനിൽ തന്നെ തുടരുകയുമായിരുന്നു. 7-ാം തീയതി മുതൽ തിരിച്ച് ഇന്ത്യയിലേക്ക് പുറപ്പെടാൻ ശ്രമിച്ചിരുന്നതായാണ് വിവരം. പക്ഷേ ആരോഗ്യനില തൃപ്തികരമല്ലാത്തതിനാൽ സാങ്കേതികമായ ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നു. അങ്ങനെ തുടരുകയായിരുന്നു എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. എന്നാൽ ഇപ്പോൾ ഈ മരണവുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും തരത്തിൽ, അതായത് ഹാർക്കീവ് ഉൾപ്പെടെയുള്ള പ്രദേശത്ത് അതിരൂക്ഷമായ ആക്രമണമാണ് നടക്കുന്നത്. അതുകൊണ്ട് തന്നെ ആശുപത്രികളിൽ കൃത്യമായ സൗകര്യങ്ങൾ ലഭിക്കാതിരുന്നതാണോ ഇപ്പോഴത്തെ മരണത്തിന് കാരണം എന്നത് അടക്കമുള്ള കാര്യങ്ങളിൽ നമുക്ക് സ്ഥിരീകരണം ലഭിക്കേണ്ടതുണ്ട്. വിനിസിയ ആശുപത്രിയിലെ അത്യാഹിത വിഭാഗത്തിലായിരുന്നു ഇയാൾ ചികിത്സയിലായിരുന്നത്. പഞ്ചാബിലെ ബർണാല സ്വദേശിയാണ്. വിനിസിയയിലെ നാഷണൽ പെയർഗോവ് മെഡിക്കൽ സർവകലാശാലയിലെ വിദ്യാർത്ഥിയായിരുന്നു. എന്തായാലും മകന്റെ മൃതദേഹം നാട്ടിലെത്തിക്കാൻ നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് ചന്ദന്റെ പിതാവ് കേന്ദ്ര സർക്കാരുമായി ബന്ധപ്പെട്ടിട്ടുണ്ട്. ഇന്നലെ കർണാടക സ്വദേശി നവീൻ റഷ്യയുടെ ഷെല്ലാക്രമണത്തെ തുടർന്ന് യുക്രൈനിലെ ഹാർക്കീവിൽ വെച്ച് കൊല്ലപ്പെട്ടിരുന്നു. അതിന് പിന്നാലെയാണ് ഇപ്പോൾ ഒരു ഇന്ത്യൻ വിദ്യാർത്ഥിയുടെ കൂടി മരണം സ്ഥിരീകരിച്ചിട്ടുള്ളത്. പക്ഷെ അത് യുദ്ധം ഏത് നിലയിലാണ് ബാധിച്ചിട്ടുള്ളത് എന്നതുമായി ബന്ധപ്പെട്ട് വ്യക്തത കൈവരേണ്ടതുണ്ട്. അശ്വതി. ശരി അഭിലാഷ്. രക്ഷാദൌത്യം ഏകോപിപ്പിക്കാൻ റൊമേനിയയിൽ എത്തിയ കേന്ദ്രമന്ത്രി ജ്യോതിരാദിത്യ സിന്ധ്യ ഇന്ത്യൻ വിദ്യാർത്ഥികൾക്ക് വലിയ ആശ്വാസമാണ് പകർന്നത്. കണ്ണൂർ സ്വദേശിയായ മലയാളി വിദ്യാർത്ഥിനിയോട് സിന്ധ്യ വിവരങ്ങൾ നേരിട്ട് ചോദിച്ചറിഞ്ഞു. अब आप सब लोगों को सुरक्षित वापस हम लोग भेज रहे हैं और मैं यहीं हूँ और अपने सभी दोस्तों को भी कह देना. क्या नाम है आपका? आयशा. कहाँ से हो आयशा? केरला से. यू आर फ्रॉम केरला? ओके. व्हिच डिस्ट्रिक्ट इन केरला? Kannur. Okay, wonderful. I've been to your district. Yes. Lot of spices grown there. Yeah, of course. Yes. When I was commerce minister, I had gone there for all the spices. Okay. So, where were you studying? Militia. Yeah. Okay. And have you spoken to your parents? Yeah. So, Prime Minister has said to make sure that everyone goes home safely. Yeah. So, I'll be here. Tell your friends also Okay. that we will be here and the Indian government is standing fully behind. Thank you, sir. വൻ നഗരങ്ങൾക്കൊപ്പം ചെറുനഗരങ്ങളെയും യുക്രൈനെതിരായ ആക്രമണം അതിശക്തമാക്കി റഷ്യ. ഒഡേസ, ഖേർസൺ, ഖാർക്കിവ്, കീവ്, സുമി അടക്കമുള്ള പ്രദേശങ്ങളിൽ വ്യോമാക്രമണം ശക്തമായി തുടരുകയാണ്.
കനത്ത നാശമാണ് പലയിടത്തും. റഷ്യക്കെതിരെ യുക്രൈനും തിരിച്ചടിക്കുകയാണ്. അതേസമയം രണ്ടാംഘട്ട ചർച്ച ഇന്ന് നടക്കാനുള്ള സാധ്യതയ്ക്ക് മങ്ങലേറ്റിരിക്കുന്നു. രണ്ടാംഘട്ട ചർച്ച എന്ന് നടക്കുമെന്ന് വ്യക്തതയില്ലെന്ന് യുക്രൈൻ വിദേശകാര്യമന്ത്രി ദിമിത്രോ കുലേബയു വ്യക്തമാക്കി. ചർച്ചയ്ക്ക് അമേരിക്കയാണ് തടസ്സമെന്നും യുക്രൈൻ പ്രതിനിധികൾ എത്താൻ സാധ്യതയില്ലെന്ന് റഷ്യയും പ്രതികരിച്ചു. ഇതിനിടെ മുൻ പ്രസിഡന്റ് വിക്ടർ യാനുകോവിച്ചിനെ പ്രസിഡന്റാക്കണമെന്ന നിർദ്ദേശം പുടിൻ മുന്നോട്ടുവച്ചു. ഇതിനായി യാനുകോവിച്ചിനെ ബെലാറൂസിലേക്ക് വിളിച്ചുവരുത്തി റഷ്യ ചർച്ച നടത്തി. അണ്വായുധ ഭീഷണിയും റഷ്യ ശക്തമാക്കി. മൂന്നാം ലോക മഹായുദ്ധമുണ്ടായാൽ അത് വിനാശകരമായിരിക്കും. യുക്രൈനെ അണ്വായുധം സ്വന്തമാക്കാൻ അനുവദിക്കില്ലെന്ന് റഷ്യൻ വിദേശകാര്യമന്ത്രി സെർജി ലാവ്റോവ് മുന്നറിയിപ്പും നൽകി. റഷ്യക്കെതിരായ വിവിധ തരത്തിലുള്ള ഉപരോധങ്ങൾ ശക്തമാക്കുകയാണ് രാജ്യങ്ങൾ. ബീജിംഗിൽ നടക്കുന്ന പാരാലിമ്പിക്സിൽ റഷ്യ, ബെലാറൂസ് എന്നീ രാജ്യങ്ങൾക്ക് വിലക്കേർപ്പെടുത്തി. വാർ ഡെസ്കിൽ നിന്നും ജോയ് നായരും TJ ശ്രീലാലും ഗോപിക സുരേഷും ചേരുകയാണ്. ആദ്യം ജോയ് നായരിലേക്ക്. ജോയ്, ഏറ്റവും പ്രതീക്ഷയോടെ കാത്തിരുന്ന ചർച്ച, രണ്ടാംവട്ട ചർച്ച ഇന്ന് നടക്കാനുള്ള സാധ്യതയ്ക്ക് മങ്ങലേറ്റിരിക്കുന്നു എന്നറിയുന്നു. ഒപ്പം യുക്രൈനിലുള്ള റഷ്യൻ സേന മുന്നേറുകയാണ്, വലിയ ആക്രമണങ്ങൾ നടത്തുന്നു. എന്തൊക്കെയാണ് ഏറ്റവും പുതിയ വിവരങ്ങൾ? അശ്വതി, വലിയ തോതിലുള്ള ആക്രമണം തുടരുന്നതിനിടയിൽ ഇന്ന് ഏറെ പ്രതീക്ഷയുണ്ടായിരുന്നത് ഈ രണ്ടാംഘട്ട സമാധാന ചർച്ചയെക്കുറിച്ചായിരുന്നു. അത്തരമൊരു ചർച്ച ഇന്ന് ഉണ്ടാകുമെന്നുള്ള റിപ്പോർട്ടുകളാണ് ഇന്നലെ മുതൽ വന്നിരുന്നത്. പക്ഷേ ഈ സമയത്ത് ഏറ്റവും ഒടുവിൽ നമുക്ക് ലഭിക്കുന്ന വിവരങ്ങളനുസരിച്ച് ആ ചർച്ചയ്ക്കുള്ള സാധ്യത മങ്ങലേറ്റിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ്. പ്രത്യേകിച്ചും റഷ്യൻ പ്രതിനിധികളും അതുപോലെ തന്നെ യുക്രൈൻ്റെ പ്രതിനിധികളും ഈ ചർച്ച നടക്കാനുള്ളൊരു സാധ്യത എങ്ങനെയാണ് എന്നുള്ള വിലയിരുത്തൽ നടത്തുന്നു. പ്രത്യേകിച്ചും രണ്ടാംഘട്ട ചർച്ച എന്ന് നടക്കുമെന്ന് വ്യക്തതയില്ലെന്നാണ് യുക്രൈൻ്റെ വിദേശകാര്യമന്ത്രി ദിമിത്രോ കുലേബ വ്യക്തമാക്കുന്നത്. അതേസമയം റഷ്യ പറയുന്നത് യുക്രൈൻ പ്രതിനിധികൾ ഇന്ന് ചർച്ചയ്ക്ക് എത്തുമെന്ന് ഞങ്ങൾക്ക് വിവരമൊന്നുമില്ല, അതിന് അമേരിക്ക പലതരത്തിൽ തടസ്സം നിൽക്കുന്നു എന്ന തരത്തിലുള്ള കാര്യങ്ങളും റഷ്യൻ പ്രതിനിധികളും വ്യക്തമാക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ആ ഒരു ചർച്ചയ്ക്കുള്ളൊരു സാധ്യത മങ്ങിയിരിക്കുന്നു എന്ന് തന്നെ പറയാം. പക്ഷേ അത് ഏത് തരത്തിലായിരിക്കും എന്നുള്ളത് കൂടുതൽ വിശദാംശങ്ങൾ നമുക്ക് വരുന്ന മണിക്കൂറുകളിൽ മാത്രമേ അറിയാൻ കഴിയൂ. എന്നോടൊപ്പം TJ ശ്രീലാലുണ്ട്. ഏറ്റവും പ്രതീക്ഷയോടെ നമ്മൾ കാത്തിരുന്നത് ഇന്ന് രണ്ടാംഘട്ട ചർച്ചയാണ്. ആദ്യഘട്ട ചർച്ച പൂർത്തിയായി, ഇപ്പോൾ രണ്ടാംഘട്ട ചർച്ച അതിലൊരു ആശങ്ക ഇപ്പോൾ ഇന്ന് നിലനിൽക്കുകയാണ്. രണ്ട് ഭാഗത്തു നിന്നും യുക്രൈൻ്റെ പ്രതിനിധിയും പറയുന്നു, അതുപോലെ റഷ്യയുടെ പ്രതിനിധിയും ഈ നടക്കാനുള്ളൊരു സാധ്യത കുറവാണെന്നാണ് പറയുന്നത്. ഏത് സാഹചര്യത്തിലാകാം ഇപ്പോൾ അവർ മങ്ങലേറ്റിരിക്കുന്നു? ഒപ്പം തന്നെ ഈ രണ്ടാംഘട്ട ചർച്ചയുടെ ഒരു നടന്നാൽ തന്നെ അതിൻ്റെ ഒരു പ്രാധാന്യം. ജോയ്, ഏത് ചർച്ചയ്ക്കും ഒരു അടിസ്ഥാന സൗകര്യവും സാഹചര്യവും ഉണ്ടാകേണ്ടതുണ്ട്. ഈ നിലവിലെ സാഹചര്യത്തിൽ അത്തരമൊരു ചർച്ചയ്ക്ക് യാതൊരു സാധ്യതയും കാണുന്നുമില്ല. അതിന് ഒരു ചർച്ച ചെയ്യാൻ പറ്റുന്നൊരു സാഹചര്യമല്ല ഇപ്പോൾ കീവിലായാലും അല്ലെങ്കിൽ യുക്രൈനിലെ ഏത് ഭാഗത്തായാലും ഉള്ളത്. റഷ്യ അവരുടെ സർവ്വസന്നാഹങ്ങളുമായി കീവ്, ഹർക്കീവ്, സുമി തുടങ്ങി വലിയ പട്ടണങ്ങളും ചെറു പട്ടണങ്ങൾ പോലും പിടിക്കാനുള്ള യുദ്ധം നടത്തുന്ന സമയത്ത് എങ്ങനെയാണ് ചർച്ച നടക്കുക എന്നുള്ള ചോദ്യമാണ് പൊതുവിൽ ഉയരുന്നത്. അതിന് റഷ്യ പറയുന്നു അമേരിക്കയുടെ സമ്മർദ്ദമാണ് യുക്രൈൻ ഈ ചർച്ച മേശയിലേക്ക് എത്താതിരിക്കേണ്ട കാരണമെന്ന്. പക്ഷേ യുക്രൈൻ ചർച്ച മേശയിലേക്ക് എത്തണമെങ്കിൽ അതിനൊരു സാഹചര്യം ഒരുങ്ങേണ്ടതുണ്ട്. റഷ്യ ഏതെങ്കിലും തരത്തിലുള്ള ഒരു അവസരം അതിന് ഉണ്ടാക്കി കൊടുക്കേണ്ടതുണ്ട്. ചർച്ചയ്ക്ക് എത്താൻ യുക്രൈനെ സഹായിക്കുന്ന ഒരു സാഹചര്യം, അല്ലെങ്കിൽ അവരിൽ സമ്മർദ്ദം ചെലുത്തുന്ന ഒരു സാഹചര്യം റഷ്യയ്ക്ക് ഉണ്ടാക്കേണ്ടതുണ്ട്. അതൊന്നും ഉണ്ടാക്കാതെ എങ്ങനെയാണ് ചർച്ചയിലെത്തിക്ക് എത്തുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ചോദ്യം വരുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഈ ചർച്ചയിലേക്ക് കാര്യങ്ങൾ എത്താതെ പോകും എന്ന് പൊതുവിൽ ഈ യുദ്ധതന്ത്രജ്ഞർ മൊത്തം വിലയിരുത്തുന്നത്. അതൊരു ഭാഗത്ത്. മറുഭാഗത്ത് റഷ്യ ആകട്ടെ സർവ്വസന്നാഹങ്ങളുമായി. ഞാൻ ശ്രീലാലിലേക്ക് മടങ്ങിയെത്താം. ഇപ്പോൾ അവിടെ എത്തിയ VK സിംഗ് വിദ്യാർത്ഥികളുമായി സംസാരിക്കുകയാണ്. അതിന്റെ ദൃശ്യങ്ങളാണ് കാണുന്നത്. इस चीज को सबको बताइएगा। इधर उधर धक्के खाने की जरूरत नहीं है। कुछ लोग सोच रहे हैं कि जर्मनी चले जाओ, वहां पे पता नहीं बोझा ढोने का काम मिल जाएगा, कुछ पैसे कम जाएगा, ऐसा कुछ नहीं होने वाला। इट इज बेटर आप अपनी आवाज आ रही है उधर तक। Today we are so fortunate that we have got VK Singh Sahab. He is our minister and he has वो पर्सनली आए हैं आपके लिए। जानते हो कि नहीं जानते?
आज कोशिश है कि आप में से तकरीबन आज हमारी कोशिश है कि तकरीबन 600 से ज्यादा लोग फ्लाइट से वापस चले जाएं भारत। और काफी लोग जो अभी पीछे छूट गए थे आ रहे हैं। अभी हम लोग बुडापेस्ट बॉर्डर से आए हैं और खार्किव से भी लोग बाग निकलकर अपने आप आ रहे हैं, विच इज अ गुड थिंग। आई थिंक ऑल आवर गुड विशेस शुड बी विद पीपल हु आर इन खार्किव। और आपको जानकर खुशी होगी कि वो अपने आप ट्रेन पकड़कर आफ्टर अबाउट 13 to 18 hours journey, 33 hours. Normally not so crowded, sir. This bar crowded. Normally not so crowded. അശ്വതി, ഇത് തന്നെയാണ് നമ്മൾ ഈ മന്ത്രിമാരെ അയക്കാൻ തീരുമാനിച്ചപ്പോൾ നമ്മൾ പറഞ്ഞതിൻ്റെ ഒരു ദൃഷ്ടാന്തമാണ് നമ്മളിപ്പോൾ കണ്ടത്. ഇത്തരത്തിൽ മന്ത്രിമാരെത്തി നമ്മുടെ കുട്ടികളെ 33 ആ കുട്ടികൾ പറയുന്നുണ്ട് 33 മണിക്കൂർ യാത്ര ചെയ്താണ് പോളണ്ടിലെ ഈ പ്രദേശത്തെത്തിയതെന്ന്. അവരെ നമ്മളൊരു മന്ത്രി തന്നെ നേരിട്ടെത്തി അവരെ സ്വീകരിക്കുമ്പോൾ അവർക്കുണ്ടാകുന്ന ഒരു ആവേശവും ഒരു ആശ്വാസവും അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാണ്. ഇതാണ് നമ്മൾ ആദ്യ ദിവസം ഈ മന്ത്രിമാരെ അയക്കാൻ തീരുമാനിച്ചു എന്ന് പറഞ്ഞപ്പോൾ തന്നെ നമ്മൾ പറഞ്ഞത്. ഈ കോർഡിനേഷൻ ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കോർഡിനേഷനാണ്. പക്ഷേ നമുക്കിപ്പോഴും ഈ കോർഡിനേഷൻ യുക്രൈൻ്റെ പുറത്ത് മാത്രമേ സാധ്യമാകുന്നുള്ളൂ. കാരണം അവിടെ യുക്രൈനുള്ളിൽ യുദ്ധം നടക്കുന്നു. അതാണ് നമ്മൾ നേരത്തെ പറഞ്ഞു വന്നത്. ഇത്തരം ഒരു വലിയ യുദ്ധം നടക്കുന്ന സമയത്ത് എങ്ങനെയാണ് സമാധാന ചർച്ചകളിൽ കാര്യങ്ങൾ നീങ്ങുക എന്നുള്ളതാണ്. യുക്രൈൻ പിടിക്കാനുള്ള യുക്രൈൻ്റെ വലുതും ചെറുതുമായ കീവ് ഏറ്റവും വലിയ പട്ടണം, അതോടൊപ്പം തന്നെ ഹർക്കീവ്, ഒപ്പം തന്നെ സുമി തുടങ്ങിയ രണ്ടാം പട്ടണങ്ങൾ, അതോടൊപ്പം തന്നെ ഏറ്റവും ചെറു പട്ടണങ്ങൾ പോലും പിടിച്ചെടുക്കാനുള്ള സർവ്വസന്നാഹങ്ങളുമായുള്ള യുദ്ധമാണ് ഇപ്പോൾ റഷ്യ നടത്തുന്നത്. അതിനിടയിൽ നിന്ന് നമ്മൾ കാണുന്ന ഏറ്റവും ആശ്വാസകരമായ ഒരു വാർത്തയാണ് ഇപ്പോൾ ഇത്. പക്ഷേ നമ്മൾ നേരത്തെ കണ്ടത്, അതായത് നമ്മൾ ആദ്യം ഈ വാർത്ത ബുള്ളറ്റിൻ തുടങ്ങുമ്പോൾ നമ്മൾ കണ്ടത് അത് ഏറ്റവും ദുഃഖകരമായ ഒരു വാർത്തയുമായി നിൽക്കുന്നു. ആ വാർത്തയുടെ കൂടുതൽ വിവരങ്ങളുമായി നമ്മോടൊപ്പം ഗോപിക ചേരുന്നു. ഗോപിക, എന്താണ് ഈ കുട്ടികളോട് 3 കേന്ദ്രങ്ങളിലേക്ക് പോകാൻ ആവശ്യപ്പെട്ടിരിക്കുന്നു. 6 മണിക്ക് മുമ്പ് അവിടെ വിടണമെന്ന് ഉള്ള നിർദ്ദേശം തന്നിരിക്കുന്നു. അതുകൊണ്ട് ഇനിയിപ്പോൾ ഏതാണ്ട് 3 മണിക്കൂറിനുള്ളിൽ അവർ ആ സ്ഥലം വിടണം. പക്ഷേ അവർ ആ റെയിൽവേ സ്റ്റേഷനിലെത്തി കാത്തു നിൽക്കുന്നു. എന്താണ് അവരുടെ ഏറ്റവും ഒടുവിലത്തെ അവസ്ഥ? അവർ പറയുന്നതനുസരിച്ച് എങ്ങനെയാണ് കാര്യങ്ങൾ നീങ്ങുന്നത്? ശ്രീലാല്, ഇന്ത്യൻ വിദ്യാർത്ഥികളെ സംബന്ധിച്ച്, മലയാളികളെ സംബന്ധിച്ച് ഏറ്റവും ആശങ്കാജനകമായ സാഹചര്യത്തിലൂടെയാണ് അവർ കടന്നു പോകുന്നത്. യുക്രൈനിൽ ഇപ്പോൾ സമയം ഉച്ചയ്ക്ക് 2:30 കഴിഞ്ഞ സമയമാണ്. ഏതാണ്ട് യുക്രൈനിയൻ സമയം 6 മണിക്കകം ഹർക്കീവ് നഗരം വിടാനാണ് അവർക്ക് ഇന്ത്യൻ എംബസി നൽകിയിരിക്കുന്ന നിർദ്ദേശം. ഏതാണ്ട് ഇനി 3.5 മണിക്കൂർ മാത്രമാണ് ആ വിദ്യാർത്ഥികളെ സംബന്ധിച്ച് അവർക്ക് ഇനി ബാക്കിയുള്ളത്. ഈ 3.5 മണിക്കൂറിനുള്ളിൽ അവർ ഹർക്കീവ് നഗരം വിടണം. ഇന്ത്യൻ എംബസി നൽകിയിരിക്കുന്ന നിർദ്ദേശം അനുസരിച്ച് പ്രധാനമായും 3 പട്ടണങ്ങളാണ് പറഞ്ഞിരിക്കുന്നത്. പീസോഖിൻ, അത് ഈ നമ്മൾ മാപ്പിലൊക്കെ നോക്കിയപ്പോൾ കണ്ടത് ഹർക്കീവിൽ നിന്ന് 44 മിനിറ്റിൽ ദൂരെയുള്ള സ്ഥലമാണ്. കാർ മാർഗം, റോഡ് മാർഗം പോവുകയാണെങ്കിൽ 44 മിനിറ്റ് ദൂരെയുള്ള സ്ഥലമാണ്. രണ്ടാമത്തെ സ്ഥലം ഷീൻക ആണ്. ബേസ്ലോട്ക എന്ന ഒരു സ്ഥലവും കാണിക്കുന്നുണ്ട്. നമ്മൾ മാപ്പിലൊക്കെ നോക്കുമ്പോൾ കാണുന്നത് ഇത് ഹർക്കീവ് നഗരമാണെങ്കിൽ ഈ ബേസിലോട്ക എന്നുള്ളത് റഷ്യൻ അതിർത്തിയോട് ചേർന്ന് കിടക്കുന്ന പ്രദേശമാണ്. ഏകദേശം കാറിൽ സഞ്ചരിക്കുകയാണെങ്കിൽ 1.5 മണിക്കൂറിലധികം വേണം ഈ പ്രദേശത്തേക്ക് എത്താൻ. ഈ ഹർക്കീവ് നഗരം, അതായത് ഇനി ഒരുപക്ഷെ വലിയ തരത്തിലുള്ള ആക്രമണങ്ങൾ ഹർക്കീവിൽ ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്ന മുന്നറിയിപ്പിനെ തുടർന്നായിരിക്കണം ഹർക്കീവ് നഗരം വിട്ട് പല ഭാഗത്തേക്കും ഈ പീസോഖിൻ എന്ന് പറയുന്ന പ്രദേശം ഹർക്കീവിൽ നിന്ന് ഏതാണ്ട് ഈ ഭാഗത്തേക്ക് വെസ്റ്റിലേക്ക് പോകുമ്പോഴാണ് ഈ പീസോഖിൻ എന്ന മേഖലയുള്ളത്. ഈ ബേസിലോട്ക നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇത് റഷ്യൻ അതിർത്തിയോട് ചേർന്ന് കിടക്കുന്ന പ്രദേശമാണ്. ആ തരത്തിൽ കുട്ടികളോട് 4 ഭാഗത്തോട്ടും പോകാൻ പറയുമ്പോൾ ഈ റഷ്യൻ അതിർത്തി മേഖലകളിലേക്കൊക്കെ പോകാൻ പറയുന്ന ഒരു സാഹചര്യം, അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഈ റഷ്യ ഇന്ത്യ നയതന്ത്ര ചർച്ചയുടെ ഭാഗമായി കഴിഞ്ഞ ദിവസങ്ങളിൽ പറഞ്ഞ കാര്യങ്ങളിലേക്ക് എത്തുന്ന കാര്യങ്ങൾ, ആ നയതന്ത്ര തലത്തിലുള്ള ചർച്ചകൾ പുരോഗമിച്ചു. അതിൽ വലിയ തോതിലുള്ള ഗുണമുണ്ടായിരിക്കുന്നു. കാരണം ഇവിടെ നിന്ന് ഹർക്കീവിൽ നിന്നും കുട്ടികളെ രക്ഷപ്പെടുത്തി കൊണ്ടുവരാനുള്ള ഏറ്റവും എളുപ്പമാർഗം റഷ്യൻ അതിർത്തിയിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ്. അത് നടക്കുന്നു. പിന്നെ അതിനോടൊപ്പം തന്നെ ഈ 3 പ്രദേശങ്ങളിലേക്ക് മാറാൻ പറയുമ്പോൾ ട്രെയിൻ ഗതാഗതമുള്ള പ്രദേശങ്ങളിലേക്ക് തന്നെയാണ് അവർ മാറാൻ പറയുന്നത്. ഈ ഹർക്കീവിൽ നിന്നും ട്രെയിൻ ഗതാഗതമുള്ള പ്രദേശങ്ങളിലേക്ക്, കാരണം ഹർക്കീവ് കേന്ദ്രീകരിച്ച് ഹർക്കീവ് നഗരത്തിൻ്റെ ഉള്ളിലേക്ക് ഈ യുദ്ധം വരുന്നു എന്നതാണ് ഇപ്പോൾ ഇത് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ട് തന്നെ നഗരത്തിനുള്ളിൽ നിന്നും നഗരപ്രാന്തങ്ങളിലേക്ക് മാറുക, അതിൽ സാധ്യമായ സ്ഥലങ്ങൾ എത്രയും ദൂരത്തേക്ക് ട്രെയിൻ പോകുന്ന സ്ഥലങ്ങളിലേക്ക് മാറുക എന്നുള്ളത് തന്നെയാണ് ഏറ്റവും
പക്ഷേ ഇവിടെ നിന്ന് ആ കുട്ടികൾ പറയുന്ന അനുസരിച്ചാണ് എങ്കിൽ ഇന്ത്യക്കാർക്ക് കയറാൻ പറ്റുന്ന ഒരു സാഹചര്യം ട്രെയിനിൽ ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ്. ആദ്യം യുക്രൈൻ സിറ്റിസൺസിനാണ് അവർ ഏറ്റവും പ്രാധാന്യം നൽകുന്നത്. അതിൽ തന്നെ സ്ത്രീകൾ, ഗർഭിണികൾ അടക്കമുള്ളവർ, അതിനുശേഷം യുക്രൈൻ പുരുഷന്മാർ, അതിനുശേഷം മറ്റ് സ്ഥലങ്ങളിൽ നിന്നുള്ള സ്ത്രീകൾ, അതിനുശേഷം മാത്രം മറ്റു സ്ഥലങ്ങളിൽ നിന്നുള്ള പുരുഷന്മാർ എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് നമ്മുടെ കുട്ടികൾക്ക് 4ാമത് മാത്രമാണ് അവസരം കിട്ടുന്നത്, അതും 2-3 കുട്ടികൾക്ക് മാത്രമേ. അതാണ് ആശങ്ക ഉണ്ടാക്കുന്ന ഒരു കാര്യം. അശ്വതി, അതാണ് ശ്രീലാൽ, ഈ റഷ്യൻ അതിർത്തിയിലേക്ക് അതുവഴിയുള്ള ഇവാക്യുവേഷനാണ് ഇപ്പോൾ ചർച്ച ചെയ്ത അവിടേക്ക് എത്തിയിരിക്കുന്നത്. എന്തായാലും അത് വലിയ പ്രതീക്ഷയാണ് നൽകുന്നത്. ആ പ്രതീക്ഷയോടെ നമുക്ക് കാത്തിരിക്കാം ആ ഒരു അന്തിമ തീരുമാനത്തിനായി. വൻ നഗരങ്ങൾക്കൊപ്പം ചെറുനഗരങ്ങളിലേക്കും ആക്രമണം വ്യാപിപ്പിച്ച റഷ്യ. 100 കണക്കിന് ആളുകളും നിരവധി വാസസ്ഥലങ്ങളും തകർന്നു. 2ാമത്തെ വലിയ നഗരമായ ഹാർക്കിവിൽ റഷ്യൻ പാരാട്രൂപ്പ് പറന്നിറങ്ങി അധീശത്വം പ്രഖ്യാപിച്ചു. നിരവധി പൗരന്മാർ ഇവിടെ ബോംബിംഗിൽ കൊല്ലപ്പെട്ടതായാണ് റിപ്പോർട്ടുകൾ. ചെറുനഗരമായ ഖേഴ്സണിലും സേന പ്രവേശിച്ചു. 64 കിലോമീറ്റർ നീളമുള്ള റഷ്യൻ സൈനിക ലോങ് മാർച്ച് കീവിന്റെ 26 കിലോമീറ്റർ അടുത്ത് നിലയുറപ്പിച്ചു. തലസ്ഥാനത്തെ ടെലിവിഷൻ ടവർ റഷ്യൻ മിസൈലിൽ തകർന്നു. യുക്രൈന്റെ വടക്കൻ അതിർത്തിയിലേക്ക് ബെലാറൂസ് കൂടുതൽ സൈന്യത്തെ നീക്കി. 8, 9, 10, 11, 12, 13, 14, 15, 16, 17. Есть! Есть, блядь! Два! നിപ്രോയിലേക്ക് പറന്നു വന്ന റഷ്യൻ ഹെലികോപ്റ്ററുകൾ അതൊന്നൊന്നായി വെടിവെച്ചിടുകയാണ് യുക്രൈൻ സൈന്യം. പിന്തുണയുമായി ഒപ്പമിറങ്ങുകയാണ് നാട്ടിൽ ശേഷിക്കുന്ന ജനത. അതിന് റഷ്യയുടെ തിരിച്ചടി ജനവാസ കേന്ദ്രങ്ങൾ ആക്രമിച്ചാണ്. ആശുപത്രികളുടെ നിലവറകൾ മൃതദേഹങ്ങൾ കൊണ്ട് നിറയുന്നു. രണ്ടാമത്തെ വലിയ നഗരമായ ഹാർക്കിവിൽ റഷ്യൻ പാരാട്രൂപ്പ് അംഗങ്ങൾ പറന്നിറങ്ങി. ഇന്നലെ ഭരണകേന്ദ്രമായ ഫ്രീഡം ടവർ തകർത്തതിന് പിന്നാലെയാണ് ഇന്നത്തെ അധീശത്വ പ്രഖ്യാപനം. യുക്രൈൻ സൈന്യവും ഇത് സ്ഥിരീകരിച്ചു. ഹാർക്കിവ് ഈ വ്യോമാക്രമണത്തിന് ശേഷം തകർന്നു കിടക്കുകയാണ്. പതിറ്റാണ്ടുകളുടെ പ്രയത്നം കൊണ്ട് ഉയർന്ന നഗരം ഇപ്പോൾ കോൺക്രീറ്റ് കൂമ്പാരം. റഷ്യയുടെ RT ടെലിവിഷൻ യൂറോപ്പ് വിലക്കിയപ്പോൾ കീവിന്റെ ടെലിവിഷൻ ടവർ തകർത്തായിരുന്നു റഷ്യയുടെ തിരിച്ചടി. Дальше еще сейчас будут. Она стоит. И будет падать, не дай бог, прямо на нас. 5 പേരാണ് ഇവിടെ കൊല്ലപ്പെട്ടത്. ചെറുനഗരങ്ങളിൽ കൂടി വ്യോമാക്രമണം ആരംഭിച്ച ദിവസമാണിന്ന്. സിറ്റോമിറിലെ ബോംബാക്രമണത്തിൽ നിന്ന് കത്തുകയാണ് വീടുകൾ. തീയണയ്ക്കാൻ അഗ്നിരക്ഷാസേനകൾക്കൊന്നും ഫലപ്രദമായി എത്താൻ പോലും കഴിയുന്നില്ല. В этом доме есть человек, вот в этом доме. Аккуратно, тушите эту хуйню. Давай. ഇതുവരെ കണ്ടതൊന്നുമല്ല യുദ്ധമെന്ന് ഓർമ്മിപ്പിക്കുകയാണ് ഓരോ നഗരങ്ങളിൽ നിന്നും പുറത്തുവരുന്ന കാഴ്ചകൾ. വാർഡെസ്ക്, ന്യൂസ് 18. ഒരിക്കലും യുദ്ധം നേരിടേണ്ടി വരില്ല എന്ന യൂറോപ്പിന്റെ ആത്മാഭിമാനമാണ് വ്ളാഡിമിർ പുടിൻ തകർത്ത് കളഞ്ഞത്. ലോക പോലീസ് എന്ന അമേരിക്കയുടെ അപ്രമാദിത്വമാണ് ചോദ്യം ചെയ്യപ്പെടുന്നത്. സൈനിക നടപടിക്കില്ലെന്ന് ആവർത്തിക്കുമ്പോഴും റൊമേനിയയുമായി ചേർന്ന് ഫ്രാൻസ് ആണവായുധ വാഹിനികൾ ഉപയോഗിച്ച് പരിശീലനം പ്രഖ്യാപിച്ചു.
ഇതാണ് സൈപ്രസ് തീരത്ത് നങ്കൂരമിട്ട ഫ്രാൻസിന്റെ ആണവായുധ വിമാനവാഹിനി കപ്പൽ. കിഴക്കൻ മെഡിറ്ററേനിയൻ തീരത്ത് 2 മാസത്തെ പരിശീലനത്തിന് എന്ന പേരിൽ എത്തിച്ചിരിക്കുന്ന കപ്പലിൽ 20 റഫാൽ യുദ്ധവിമാനങ്ങളുണ്ട്. എല്ലാം ആണവായുധം വഹിക്കാൻ ശേഷിയുള്ളത്. സൈപ്രസ് തീരത്ത് ഇത് നങ്കൂരമിട്ടു എന്നതിലും വലിയ വാർത്ത റൊമാനിയയുമായി ചേർന്നുള്ള പരിശീലനമാണ്. യുക്രൈൻ അതിർത്തിയിൽ റൊമാനിയയുമായി ഇപ്പോൾ നടത്തുന്ന പരിശീലനം യുദ്ധത്തിൽ കുറഞ്ഞ് മറ്റൊന്നുമല്ല. കഴിഞ്ഞയാഴ്ച ബാൾട്ടിക്കിൽ റഷ്യ ആണവായുധവാഹക ശേഷിയുള്ള വിമാനങ്ങളുമായി നടത്തിയ പരിശീലനത്തിനുള്ള മറുപടി മാത്രമല്ല ഇപ്പോൾ ഫ്രാൻസ് നൽകുന്നത്. പോളണ്ടിൽ അമേരിക്ക തുറന്ന പുതിയ സൈനിക ക്യാമ്പിന്റെ ദൃശ്യങ്ങൾ ഇന്നലെ പുറത്തുവന്നെങ്കിൽ ഇന്ന് ജർമ്മനിയിൽ നിന്നാണ് കാഴ്ച. യൂറോപ്പിനൊപ്പം അമേരിക്ക സൈനികമായി സജ്ജമായി കഴിഞ്ഞു എന്ന് തെളിയിക്കുകയാണ് ഈ ദൃശ്യങ്ങൾ. അമേരിക്കൻ സൈനികർ വൻതോതിൽ ജർമ്മനിയിൽ വന്നിറങ്ങുന്നതിന്റെ ഈ ദൃശ്യങ്ങൾ മാത്രമല്ല യുദ്ധനീക്കങ്ങളിൽ ഉള്ളത്. റൊമേനിയയിലേക്ക് പുറപ്പെട്ട ബെൽജിയൻ സംഘവുമുണ്ട്. പടയൊരുക്കം യൂറോപ്പിലും അമേരിക്കയിലും മാത്രമല്ല, റഷ്യക്കുള്ളിൽ തന്നെ യുദ്ധവിരുദ്ധ പ്രകടനങ്ങൾ നടക്കുന്നുണ്ട്. അവരെ നിർദാക്ഷിണ്യം ബലം പ്രയോഗിച്ച് കൊണ്ടുപോവുകയാണ് റഷ്യൻ പോലീസ്. വാർഡെസ്ക് ന്യൂസ് 18. റഷ്യയെ നേരിടാൻ നാറ്റോ സർവ്വസജ്ജമെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ. സ്വേച്ഛാധിപത്യത്തിനുമേൽ സ്വാതന്ത്ര്യത്തിന്റെ വിജയം ഉടനുണ്ടാകും. ഐക്യരാഷ്ട്ര സംഘടനയുടെ പൊതുസഭ റഷ്യക്കെതിരായ പ്രമേയം ഇന്ന് വോട്ടിനിടും. Tonight, I say to the Russian oligarchs and the corrupt leaders who built billions of dollars off this violent regime, no more. The United States, I mean it. പുടിന്റെയും അഴിമതിക്കാരായ കൂട്ടാളികളുടെയും പ്രഭുവാഴ്ച. അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡന്റെ ഈ പ്രയോഗത്തിന് എഴുന്നേറ്റ് നിന്നു കൈയടിച്ചു ഭരണ പ്രതിപക്ഷ ഭേദമില്ലാതെ എല്ലാവരും. അമേരിക്കൻ പ്രസിഡന്റ് റൂസ്വെൽറ്റ് ഹിറ്റ്ലറെ പോലും ഇത്ര കടുത്ത ഭാഷയിൽ വിമർശിച്ചതായി രേഖകളില്ല. റഷ്യയുടെ കണക്കുകൂട്ടലുകളെല്ലാം തെറ്റി. ഇതുവരെ ഏർപ്പെടുത്തിയ ഉപരോധങ്ങളൊക്കെ തുടക്കം മാത്രമാണ്. റഷ്യ യുദ്ധത്തിനായി നീക്കിവെച്ച മുഴുവൻ പണവും അസാധുവാകും. യുദ്ധത്തിനിറങ്ങുമോ എന്ന ചോദ്യത്തിന് നേരിട്ടൊരു ഉത്തരം പ്രസംഗത്തിലും ബൈഡൻ പറഞ്ഞില്ല. നേറ്റോ സഖ്യകക്ഷികളുടെ ഓരോ ഇഞ്ച് സ്ഥലവും സംരക്ഷിക്കാൻ അമേരിക്ക ഇറങ്ങുമെന്നാണ് കോൺഗ്രസിനോടുള്ള പ്രഖ്യാപനം. റഷ്യ യൂറോപ്പിനെ ആക്രമിക്കാത്തിടത്തോളം ഇടപെടില്ലെന്നും വ്യാഖ്യാനിക്കാം. യുക്രൈനെ നേറ്റോ അംഗമാക്കി തിരിച്ചടിക്കുമെന്നും പറയാം. അതിന് സൂചനയായി ഒരു വാചകം കൂടി ബൈഡൻ പറഞ്ഞു. പുടിൻ കരുതിയത് നേറ്റോ ഇടപെടില്ല എന്നാണ്. അദ്ദേഹത്തിന് തെറ്റി. ഞങ്ങൾ തയ്യാറാണ്. ഐക്യരാഷ്ട്ര സംഘടനയുടെ പൊതുസഭയിൽ റഷ്യക്കെതിരായ പ്രമേയം ഇന്ന് വോട്ടിനിടും. 193 അംഗരാജ്യങ്ങളിൽ ശേഷിക്കുന്നവരുടെ പ്രസംഗങ്ങൾക്ക് ശേഷം പ്രമേയത്തിൽ നടപടി എന്നാണ് ഇന്നത്തെ അജണ്ട. ഇന്ത്യൻ സമയം രാത്രി 8:30-ക്കാണ് യോഗം ആരംഭിക്കുന്നത്. വാർഡെസ്ക് ന്യൂസ് 18. ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയോട് ആശങ്ക പങ്കുവച്ച് കരയുന്ന യുക്രൈൻ മാധ്യമപ്രവർത്തകയുടെ ദൃശ്യങ്ങൾ ലോകശ്രദ്ധ നേടുന്നു. നിങ്ങൾക്കും റഷ്യയെ പേടിയാണ്. ദുരിതം അനുഭവിക്കുന്നത് യുക്രൈനിലെ കുട്ടികളാണ്. എവിടെ പോകണമെന്ന് അറിയില്ലെന്ന് മാധ്യമപ്രവർത്തക പറയുന്നു. I had Anti-Corruption Action Center from Ukraine. I passed the border a couple of days ago. I'm from Kiev. Most of my family, most of my team members are still in Ukraine, in Kiev. You're coming to Poland. You're not coming to Kiev, Prime Minister. You're not coming to Lviv. Because you are afraid. Because NATO is not willing to defend. Because NATO is afraid of World War III. But it is already started. And these are Ukrainian children who are there taking the hit. You're talking about more sanctions, Prime Minister. But Roman Abramovich is not sanctioned. He's in London.
His children are not in the bombardments. His children are there in London. Putin's children are in Netherlands, in Germany, in mansions. Where are all these mansions seized? I don't see that. I see that my family members, that my team members are saying that we are crying. We don't have where to run. This is what is happening, Prime Minister. Evacuation through Slovak Republic and Hungary border crossings also is proceeding steadily. But we urge students there also not to reach the border points, for example, at Chop directly to avoid this long waiting times. They are requested to coordinate with our teams and follow the advisories. I'm happy to share that evacuation through Moldova is also picked up, particularly after our team at Chisinau has become operational. From Moldova, evacuees are taken to Bucharest to catch the Ob-Ganga flights. On the border areas, as well as in capital cities of Ukraine's neighbors, I mean Bucharest, Budapest, etc., our teams have made arrangements for food and accommodation for evacuees till they depart from India. With the large number of flights that are now being organized, this period will shorten and hopefully soon they will be able to leave for India once they have crossed the border. Prime Minister's special envoys have reached the countries neighboring Ukraine, and you've seen the information on that, and are coordinating efforts firsthand there, and we will be sharing information on that also. I mentioned about our embassy, and I had received a few queries on this issue. The embassy was asked to set up a temporary office in Lviv, as I mentioned, to facilitate border crossings by Indian nationals. A substantial segment of our embassy team is now at Lviv for this purpose. The other segment, the location of the other segment of the embassy team is dynamic. We are exploring other options. We are exploring options for them to actually reach eastern Ukraine, to assist the evacuation of citizens who are stuck, as you know, on the eastern Ukraine who are stuck. Once they come out of this, let's say Kharkiv, we are seeing if our teams can reach there. It's not easy because the route is not open all the time. But as I said, the location of that segment of the embassy team, as I mentioned, is dynamic. Moving on to the humanitarian assistance that we have announced by the Prime Minister. Foreign Secretary informed you yesterday, humanitarian aid in the form of medicines, medical equipment, tents, blankets, solar lamps, other material, is being sent to Ukraine in tranches. The first tranche of basically medicines, I think about 2 tons of it, was sent on yesterday, today is the second, yesterday, to Poland, through Poland, and is being handed over there. And we expect 3 more tranches, which will have tents, blankets, sleeping mats, etc. I think it's about 16 tons each shipment or something, will be sent today by the Indian Air Force flight, one of them, and the other one to Romania, and I think by some other airline to Poland. I will end here by saying that the MEA control room, as well as the control centers operated by our embassies, continue to operate 24/7 basis. The MEA control room has now attended 9,874 calls, nearly 10,000 calls, and responded to 7,657 emails. I think that gives a good flavor of what is going on. I know you'll have questions, so let me open the... 1 second. Please, microphone. जी जरूर. देखिए, अभी हमने देखा होगा, कुछ ही देर पहले हमने एडवाइजरी, हमारी एम्बेसी ने एडवाइजरी जारी की है, जिसमें हमारे नागरिक, हमारे छात्र जो खार्किव शहर में है, खार्किव की बात कर रहा हूं स्पेसिफिकली, खार्किव शहर में उनको कहा गया है कि आप निकल ले वहां से शाम के 6 बजे लोकल टाइम के पहले, और 3 जगह बताई गई है. मेरे पास उसके कुछ डिटेल भी हैं, फिर से बताता हूं. सॉरी, वो नाम है मेरे पास, हमारे प्रेस रिलीज में है. वहां पे चले जाएं. वो करीब 15 किलोमीटर रेलवे स्टेशन से दूर है. किसी भी तरह से वहां चले जाए, हमारी आग्रह होगी ताकि वहां पे सेफ रहे. ये सेफ जोन्स हमें बताए गए हैं. हमें मालूम है कुछ दिक्कतें आ रही हैं जो स्टूडेंट्स हैं वहां पे निकलने में, ये स्वाभाविक है, और हम उनके कोऑर्डिनेशन कर रहे हैं स्टूडेंट कोऑर्डिनेटर से. तो हम आग्रह कर रहे हैं. सॉरी, 1 सेकंड. नाउ लेट मी टेक क्वेश्चंस इन अ मोर ऑर्गेनाइज्ड मैनर. प्लीज, आपसे शुरू करते हैं. ओके, विल टेक माइक्रोफोन. इंट्रोड्यूस योरसेल्फ.
नीरज न्यूज 18 इंडिया से। आपने कहा कि रशियन इनपुट पे आधारित ये एडवाइजरी है, किस तरह के इनपुट है? क्या उनकी तरफ से आश्वासन दिया गया है कि सेफ पैसेज दिया जा रहा है, उसके बाद ये एडवाइजरी जारी की गई है ताकि रशियन बॉर्डर से वो निकल सके, या खतरा खरक्यू पे बढ़ गया, इस तरह का कोई इनपुट्स खुफिया आप लोग के पास है? Who else was the hand up? One second. Huh? Yeah, okay, related question. Sir, has Russia... Introduce and... Sir, this is Kamaljeet Sandhu, I'm from India Today. Sir, has Russia given an assurance regarding safe passage, and is the time till 21:30 today? Is there a 3-hour window for all the students and Indians to walk away to the nearest point, at least 15 kilometers away, as you were mentioning? Siddhant from beyond, how many Indians are there in the conflict zone, especially in the city of Kharkiv? Any number if you can give us? How many you said, right? Yes, sir. Okay. Who else were it here? Yeah, sorry, I saw you first. Please, you had it. Sir, I'm Meghna Dev from DD News. Wanted to know, there are 3 locations that have been given for students to reach. So is there any strategy, or people are figuring out what is going to be the onward journey, where they'll go from there? Okay. Ma'am, I will take questions. तो विजयलक्ष्मी हूँ मैं इंडिया टीवी से। एक और छात्र की मौत की खबर वहां पर आ रही है, उसके बारे में किस तरह की जानकारी है? चंदन जिंदल। One more in this round perhaps, or let me answer this. I mean, if you have something different, I'll come around to it. देखिए, नीरज से शुरू करता हूँ। आपने कहा ये रूसी इनपुट्स हैं किस तरह, खुफिया तो पता नहीं कुछ, पर Kamaljeet also asked about the assurances. Look, let me repeat what I said. We have issued this advisory based on inputs that the Russian side has given. We haven't chosen these locations. We haven't chosen the time. These are based on inputs that, as you know, we've been saying, and Foreign Secretary has said, External Affairs Minister also had raised, Prime Minister has also raised, conveyed to his counterparts of the need for a mechanism to safely evacuate our citizens, our nationals. Our advisory is based on inputs that we have received from the Russian side. I can't say anything beyond this because I think that's pretty self-evident. So I think those questions, I think that addresses that. Meghna, your question is also similar. The 3 locations that you mentioned, there's no particular strategy as such. These were locations that are reasonably close, and we feel these are our safe zones. And the request is to see if they can move there. Yes, I understand the difficulties. I understand some places, some people are reporting some difficulties of various kinds, including violence continuing. But look, we'll work with that. We are in touch with the student coordinators, and this advisory we would urge everyone to take seriously and leave. Siddhant, you mentioned how many people. It's a very difficult question to answer. We've been trying to give you assessments of where people are. I don't think it will be an appropriate and accurate, considering that we're asking people to move out. As I mentioned, we had an original number of about 20,000 who had registered. Our sense is that the number of people who were there were a little more than who had registered, because we have now a broad understanding that about 17,000 people, or near 17,000 people have left. So there would have been a little more to begin with who may not have registered, but obviously we will bring back every Indian who's there. So I don't think I know that some people left last night from Kharkiv in some trains, today morning. So I think instead of looking at those numbers, let's see whoever is left, let's see if we can get them all in. As you know, in Kyiv we managed to do that. Fingers crossed that Kharkiv also continues the same way. Vijay Lakshmi ji, आपने जिक्र किया एक इंडियन स्टूडेंट जिसके बारे में, सॉरी आप यहीं बैठे हुए हैं, मेरे पास कुछ इसमें खबर है। चंदन जिंदल एक स्टूडेंट वेनेसिया में पढ़ रहे थे, आज उनकी मौत हो गई, और कंडोलेंसेस टू द फैमिली, पर ये नेचुरल कॉजेस में से हुई है। वो काफी दिन से हॉस्पिटल में थे, और उनके साथ उनके फैमिली मेंबर हैं यूक्रेन में उनके साथ, और हमारी तरफ से हमारी शोक एंड और deepest condolences. Let me go on to the next set of questions. Okay, hold on. You've been raising your hand earlier, so let me go here. Then come on. Myself, Anansha. I represent the New Indian. So yesterday you mentioned about the negotiation. What sort of negotiation is this, and what kind of back-channel diplomacy with Russia and Ukraine? And is it the same negotiator functioning on the both sides? And secondly, instead of the civilian airlines, we are using this IAF forces. Is it some sort of message
Sorry, I didn't get the last part. IAF message to whom? To the Russians, instead of civilian air forces. Instead of? Civilian airlines. Instead of civilian aircraft. Yeah. Okay. Okay, I got it. I got it. Thank you. Yeah, please. सर शैलेंद्र फ्रॉम न्यूज 18 हमें कल बताया गया था कि बेलगोरोड में भी एक टीम तैनात की गई है एमईए की जो मॉस्को से गई है वो काफी करीब है खार्किव के क्या उसके थ्रू एक कॉरिडोर की बात की जा रही थी कि वहां से एक कॉरिडोर बनाया जाएगा आज जो एम्बेसडर की प्रेस कॉन्फ्रेंस भी हुई है रशियन एम्बेसडर की उन्होंने भी इस बात पर कहा है कि हम कॉरिडोर बनाएंगे ताकि स्टूडेंट्स को वहां से निकाला जा सके तो क्या अपनी एम्बेसी जो टीम वहां पर है उनको कुछ कोई रास्ता बना पाए हैं वो निकालने के लिए इंडियन स्टूडेंट्स को आपका Sir, I'm Suchitra from New Zealand Tamil and there are students in the area of Mykolaiv in Ukraine. So we are getting reports that they don't have any connectivity, including the rail station got blasted in missile hit. So do you have any update on that? How many students are there? How many you said, no? Yeah, Sudhi. Sir, Shruti from the Bloomberg, sir. Any inputs or background you could share on whether Prime Minister is speaking to any of his counterparts or the EAM speaking to anybody else on the crisis and on the students also, sir? Thank you. Srinjo? You, second round later, please. Let me finish. Sir, this talk of getting people out from the east has been talked about for a while. How feasible is it now? Because as you know, there is a window of opportunity to get people out. If there is safe passage from both sides, can the east, getting people out from the east, work out? I saw one more hand. Okay, no. Let me take this round of questions. Let me start with. I'm not sure, Arangsha, what you meant by negotiator. I don't remember the word negotiations. As I mentioned, we had been in touch with the Russians. I don't know if that's a negotiation. Diplomats tend to use the word negotiations a little more carefully. This is a discussions, and we've been in touch with them, and to basically press our demand that, as well as the Ukrainians, that we need a mechanism, a safe passage for our people. And as I mentioned just now, this is based on Russian inputs, what we have put the advisory. I wouldn't like to characterize it as a corridor or passage, but we would like to get all our people out. Your other part of it is we will, as Foreign Secretary I think mentioned on Sunday, we will use whatever options we need and is felt appropriate to bring out our people. As I mentioned, we had been using civilian aircrafts, and it was felt that our assets regarding C-17 would also be able to augment and help and streamline that process. And so we have been using it. If you recall it correctly, one of the C-17s has also gone out with humanitarian assistance out. So that's a decision that's based on operational requirement and ground situation. शैलेंद्र जी, बेलगोरोड में बात आपने की. जी, हमारी टीम सिर्फ बेलगोरोड में नहीं है, और भी जगह भी है, कुर्स्क में भी है, और कुछ और जगह भी है रशियन साइड पे. पर देखिए, ये हमारे चॉइस पे तो नहीं है. वो मैप में तो बहुत पास लगता है, पर अभी एक वहां हॉस्टाइल, वहां वॉर चल रहा है. तो अभी के लिए जो रूट लग रहा है, जो हमारी रशियंस की बातचीत करने के बाद जो हमने एडवाइजरी इशू की है, वो वेस्ट और साउथ वेस्ट की तरफ है. पश्चिम के दिशा से ही यूक्रेन की तरफ है. पूर्व की दिशा में वहां रशियन फोर्सेस होंगे या कुछ भी होंगी, हमें नहीं मालूम. मैं इसमें कह नहीं सकता हूं कि क्या, पर हां, अगर मौका मिले तो वो ऑप्शन हमारे पास है और हम उसको देख रहे हैं क्या हो सकता है. बट अभी के लिए जो आप जिक्र कर रहे हैं, खार्किव में जो हमारी एडवाइजरी है, उसमें सिर्फ ये 3 पश्चिम की तरफ जगह हैं, सेफ जोन्स की बात हम कर रहे हैं. You mentioned, Suchitra ji, of Mykolaiv. Yes, look, as I mentioned, Kharkiv, of course, we're looking at, but there are other cities. There is Sumy, there's Mykolaiv. Zaporizhzhia has now luckily been a little better. There are a couple of other places nearby. So our request has always been on a safe passage from Kharkiv and nearby adjoining places. The same response I gave to Siddhant. I don't think I would be in a position to share exact numbers. Our teams, both in MEA control rooms here as well as our MEA control centers or embassy control centers, are taking in all the information, and people do move. So let's, one of the problems we face is somebody sends a message saying, I'm here, and in
10 hours, next day by the time. So I think, but yes, we are focused on trying to get them out. And I mentioned right in the beginning, we are seeing if we can send an actual embassy team there somewhere in the eastern region to coordinate this from these places, depending, of course, on the ground situation. Sudhi, this is a question that I can answer very easily. When it happens, we will let you know. Prime Minister has been actually in touch with a lot of leaders over the last couple of days, as you know. He spoke to the neighboring countries. He's spoken to Poland. He's spoken to Slovak Republic. He's spoken to Romanian leaders. He also received calls from President Macron, as well as with, I think, the Commission head, Charles Michel, yesterday at the European Union. And so is External Affairs Minister. He also informs you of his conversations. So once it happens and we are in a position to share that, we'll certainly do that. Shinju, I didn't get your exact details of your question. Yes, in the east is something that we are looking at. There are a number of towns. Some of them people have reduced in because people have come out. We are open to looking at any option in which to do, whether it's east, west, or through the south. Wherever there is a safe route, a mechanism to bring out our citizens, we will use that. We are exploring, certainly exploring all the options. Okay, if there are no further questions, I would like to thank you. Okay, last. One second, ma'am. Microphone, please. So one thing is that you're talking about how things have been escalating. So how soon can this eastern region be opened up? Also, there has been a query regarding Naveen's mortal remains. Is that a possibility, or you think it may not be possible to extricate him? Okay, one second, one by one. Okay, and Naveen's, okay. सर, पश्चिम बंगाल की मुख्यमंत्री ममता बनर्जी कह रही हैं कि 3 महीने पहले लेकर के आना चाहिए था, बहुत देर सरकार ने कर दी वहां से अपने नागरिकों को, छात्रों को निकालने में. Last question. रूसी राष्ट्रपति व्लादिमीर पुतिन से आज दोबारा प्रधानमंत्री मोदी बात करने वाले हैं या हुई है? ओके, नीरज जी, मैं जो प्रश्न का उत्तर मैंने अभी दिया सुधी जी को, वही मैं आपको दूंगा. प्रधानमंत्री जी बहुत देशों के लीडर्स के साथ बात कर रहे हैं. जब ऐसा कोई बातचीत होती है हम उसको शेयर करते हैं. मैं पहले से कुछ कहना नहीं चाहूंगा. വിദേശകാര്യ മന്ത്രാലയത്തിന്റെ വാർത്താ സമ്മേളനം തുടരുകയാണ്. എത്രയും വേഗം ഖാർക്കീവ് വിടണം, ഇന്ത്യക്കാർക്ക് അത്തരത്തിലുള്ള നിർദ്ദേശമാണ് നൽകിയിരിക്കുന്നത്. റഷ്യയിൽ നിന്ന് ലഭിക്കുന്ന വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിലുള്ള നിർദ്ദേശം. എത്രയും വേഗം ഖാർക്കീവ് വിടണമെന്ന നിർദ്ദേശം നൽകിയത്. ഏത് മാർഗത്തിലൂടെയും ഖാർക്കീവ് വിടണമെന്നാണ് എംബസി പറഞ്ഞിരിക്കുന്നത്. കാൽനടയായെങ്കിലും, സുരക്ഷിതമാണെങ്കിൽ കാൽനടയായെങ്കിലും എംബസി നിർദ്ദേശിച്ച സ്ഥലങ്ങളിൽ എത്തണമെന്നും പറയുന്നു. അതിർത്തിയോട് ചേർന്ന പ്രദേശങ്ങളിൽ ഇന്ത്യക്കാർക്കായി പ്രത്യേക താമസ സൗകര്യം ഒരുക്കിയിട്ടുണ്ട് എന്നും അദ്ദേഹം അറിയിച്ചു. 3353 ഇന്ത്യക്കാരെ ഇതിനകം നാട്ടിലെത്തിച്ചു എന്നും വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കുന്നു. ഈ ബുള്ളറ്റിൻ പൂർണ്ണമാവുകയാണ്. ഇടവേളയ്ക്ക് ശേഷം വാർത്തകൾ തുടരും. നമസ്കാരം.